എൻ്റെ പേര് വിനയ എന്നാണ്. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലാണ്. വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തിയാണ് ഉള്ളത്. ഞാനൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിയാണ്. ഞാൻ പഠിക്കുന്നത് ബ്രെയിലി ഉപയോഗിച്ചിട്ടും പിന്നെ ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്ത് കേട്ടിട്ടുമാണ് പഠിക്കുന്നത്. ഞാൻ ഡിഗ്രി പഠിച്ചത് വീടിൻ്റെ അടുത്തുള്ള ശ്രീശങ്കര വിദ്യാപീഠം കോളേജിലാണ്. ഡിഗ്രി ഹിസ്റ്ററിയാണ് പഠിച്ചത്. അത് കഴിഞ്ഞപ്പം PG പഠിക്കാനായിട്ട് എനിക്ക് മഹാരാജാസിൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ മഹാരാജാസിൽ ഹിസ്റ്ററി പഠിക്കാനായിട്ട് ചെന്നു. പക്ഷെ അവിടെ പോയപ്പം ഹിസ്റ്ററി കിട്ടിയില്ല, ഇസ്ലാമിക് ഹിസ്റ്ററിയാണ് കിട്ടിയത്. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, പഠിക്കാൻ മഹാരാജാസിൽ പഠിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ അവിടെ പഠിച്ചു. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പഠിക്കാനൊക്കെ ഭയങ്കര ടഫായിരുന്നു. അതുകൊണ്ട് എനിക്ക് കോഴ്സ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ലേൺവൈസിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്. അപ്പം ഞാൻ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അപ്പം തന്നെ അഡ്മിഷൻ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്ക് ഒരു ഊഹം ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് പഠിക്കുക. ഇനിയിപ്പം ഫ്രണ്ട്സിൻ്റെ ഒന്നും ഹെൽപ്പില്ലല്ലോ. അപ്പം എങ്ങനെയാണ് പഠിക്കുക എന്നൊക്കെ ഭയങ്കര ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ലേൺവൈസിൽ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഇവിടുത്തെ മെൻറ്റേഴ്സ് ആയാലും എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരും. ഒരു ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു എല്ലാവരും. ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള, ഭയങ്കര എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പഠിക്കാനായിട്ട് ചേർന്നപ്പോഴും എല്ലാവരും അമ്മയോടും അച്ഛനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാഴ്ചയുള്ള കുട്ടിയല്ലേ, പഠിപ്പിക്കണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ അവരെ പറഞ്ഞ് തളർത്തിയിട്ടുണ്ട് ഒരുപാട്. പക്ഷേ അച്ഛനും അമ്മയും അതൊന്നും നോക്കാതെ എന്നെ ഇവിടം വരെ പഠിപ്പിച്ചു. എന്നെ എല്ലാത്തിലും എൻ്റെ A to Z കാര്യങ്ങളിലും അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെയായിരുന്നു സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഹെൽപ്പും പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പും കൊണ്ടിട്ടാണ്. ഞാൻ ഇപ്പോൾ പഠിക്കുമ്പോഴാണെങ്കിൽ പോലും ഒരുപാട് എന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്കൊരു ലെക്ചർ ആവണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മാരേജ് കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൾക്കും കാഴ്ചയ്ക്ക് കുറച്ച് പ്രശ്നമുള്ള ആളാണ്. എന്നാൽ പോലും പറ്റുന്നതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണെങ്കിലും അവരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ്. ചുറ്റും കാണുന്ന ആൾക്കാർ നമ്മൾ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും നമ്മളതൊന്നും കാര്യമാക്കാതെ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളതെന്തായാലും നേടിയെടുക്കുമെന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിനൊന്നും ചെവി എടുക്കാൻ നിൽക്കരുത്. നമ്മുടെ മൈൻഡ് എന്താണോ നമ്മൾ പറയുക, അത് നമ്മൾ ചെയ്യണം. അങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താൻ പറ്റും.